നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പക്ഷേ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് നിന്റെ മുഖത്താ പാറു. ജയന്തി ചേച്ചി എപ്പോഴും ഇവിടെ ഇരുന്ന് തയ്ക്കലല്ലേ, ഞാനല്ലേ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുന്നത്. എവിടെ പോകുമ്പോഴും അവിടെ എല്ലാം പ്രിയൻ ചേട്ടൻ ഉണ്ടാവും. ഇപ്പോഴും എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം പ്രിയൻ ചേട്ടനുള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. പ്രിയൻ ചേട്ടൻ ജോലി വിട്ടു പോയിന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജയന്തി ചേച്ചി. പ്രിയൻ ജോലി രാജിവെച്ച് പോയതില് സങ്കടപ്പെടാത്ത ഒറ്റ ആള് പോലും ഇല്ല ഈ കമ്പനിയില്. കൂടെ ജോലി ചെയ്യുന്ന ഒരാളായിട്ടല്ല, കൂടെപ്പിറപ്പായിട്ടാ എല്ലാരും പ്രിയനെ കണ്ടത്. അതവന്റെ സ്വഭാവ ഗുണം കൊണ്ടാ. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാ ആദ്യം ഓടിയെത്തുന്നത് പ്രിയനാ. സൗസ് ഒരേ കരച്ചിലായിരുന്നു. ഇവളവനെ പ്രിയൻ ചേട്ടാന്ന് വിളിക്കുന്നത് സ്വന്തം ചേട്ടനെന്ന അർത്ഥത്തിൽ തന്നെയാ. പ്രിയനിവളെ കണ്ടതും സ്വന്തം അനിയത്തിയായിട്ട് തന്നെയാ. പനി അധികമായി ഞാൻ ആശുപത്രി കിടന്നപ്പോ 3 ദിവസവും എന്റെ കൂടെ നിന്ന് പ്രിയൻ ചേട്ടനാ. ഞാൻ ആരാന്ന് ചോദിച്ചവരോടൊക്കെ സ്വന്തം അനിയത്തിയെന്നാ പ്രിയൻ ചേട്ടൻ പറഞ്ഞത്. പ്രിയൻ ചേട്ടന് 2 അനിയത്തിമാരെന്നാ പ്രിയൻ ചേട്ടൻ എപ്പോഴും പറയാ. ദർശനയും ഞാനും. എന്റെ എല്ലാ പിറന്നാളിനും പ്രിയൻ ചേട്ടൻ എനിക്ക് ഡ്രസ്സ് വാങ്ങി തരും. പാറു, പ്രിയൻ ചേട്ടൻ എന്തിനാ ജോലി രാജിവെച്ചത്? എനിക്കറിയില്ല സൗസു. പ്രിയൻ ചേട്ടൻ ജോലി രാജിവെച്ചെങ്കിലും പ്രിയൻ ചേട്ടന്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പാ. ഞാൻ പറയാൻ വന്നത് ഇത് തന്നെയാ. സൗസവിനെയും ജയന്തി ചേച്ചിയും മോഹൻ ചേട്ടനെയും സാവിത്രി ചേച്ചി ഒന്നും മറക്കാൻ പ്രിയൻ ചേട്ടന് കഴിയില്ല. പ്രിയൻ ചേട്ടന്റെ വീട്ടിൽ പോയി നമ്മളെല്ലാരും നിർബന്ധിച്ച പ്രിയൻ ചേട്ടൻ വീണ്ടും ജോലിക്ക് വരും. പ്രിയൻ പോകരുതെന്ന് നമ്മളെല്ലാരും കാല് പിടിക്കുന്ന പോലെ പറഞ്ഞില്ലേ? പ്രിയൻ കേട്ടോ? എന്നുവെച്ചാ പ്രിയൻ ചേട്ടൻ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വെക്കാൻ പറ്റോ? ഏതോ ഒരു തോന്നലിന്റെ പുറത്തായിരിക്കും പ്രിയൻ ചേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടാവും. നമ്മള് പോയി പറഞ്ഞാൽ, നിർബന്ധിച്ചാൽ പ്രിയൻ ചേട്ടൻ വീണ്ടും വരും. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നത്. പ്രിയനെ ശരിക്കറിയാത്തതുകൊണ്ടാ നീ ഇങ്ങനെ പറയുന്നത്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്ന ആളല്ല പ്രിയൻ. രാത്രി മുഴുവനും ഇരുന്ന് ആലോചിച്ചിട്ടായിരിക്കും പ്രിയൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. അതിന് മതിയായൊരു കാരണവും ഉണ്ടാവും. എന്ത് കാരണം ചെയ്യുന്നു ചേച്ചി? 4 വർഷത്തിൽ കൂടുതലായി പ്രിയൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പ്രിയന് കിട്ടുന്ന ശമ്പളമാ കുടുംബത്തിന്റെ വരുമാന മാർഗം. ദർശനയുടെ ഫീസ്, വീട്ടു ചെലവ് എല്ലാം നോക്കുന്നത് പ്രിയനാ. എന്നിട്ടും മറ്റൊരു ജോലി ശരിയാകുന്നതിന് മുൻപ് പ്രിയൻ ഇവിടുന്ന് ജോലി രാജിവെച്ചെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഉണ്ട്, ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് പ്രിയന് മാത്രമേ അറിയൂ. ശരിയായിരിക്കാം, ജോലി രാജിവെച്ചതിന് ഒരു കാരണം ഉണ്ടായിരിക്കാം. എന്നുവെച്ച് പ്രിയൻ ചേട്ടനെ കണ്ട് സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ? നമ്മൾ സംസാരിച്ചാൽ പ്രിയൻ ചേട്ടന്റെ മനസ്സ് മാറിയല്ലോ. നിങ്ങളാരും വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോവും പ്രിയൻ ചേട്ടനെ കാണാൻ. പ്രിയൻ ചേട്ടനോട് ഞാൻ സംസാരിക്കും, കമ്പനിയിൽ വരാൻ നിർബന്ധിക്കും, കെഞ്ചും. പാറുവിന്റെ കൂടെ നമുക്കും പോവാൻ ജയന്തി ചേച്ചി. നമ്മളെല്ലാരും ഒരുപോലെ പറയുമ്പോ പ്രിയൻ ചേട്ടന്റെ മനസ്സ് മാറും. പ്രിയൻ തിരിച്ചു വരണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. പ്രിയന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ ഞാനതിനെ മടിച്ചത്. ഞാനും വരാം, ജോലി കഴിഞ്ഞിട്ട് അതുവഴി പോകാം. ജോലി ചെയ്യാതെ സംസാരിച്ചോണ്ടിരിക്കുകയാണോ 3 എണ്ണം കൂടെ? CC ക്യാമറയിൽ പതിയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? CC ക്യാമറയിൽ പതിഞ്ഞ അടുത്തത് എന്തായിരിക്കും നിങ്ങൾക്കറിയാലോ. കരിനാഗം ചീറിക്കൊണ്ട് വരും. അയാളുടെ വായിരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ പോയി ജോലി ചെയ്യ്. പ്രിയൻ ചേട്ടനെ കാണാൻ പോകുന്നതിനെ കുറിച്ചാ ഞങ്ങൾ സംസാരിക്കുന്നത്.
ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രിയഞ്ചേട്ടന്റെ വീട്ടിൽ പോയി പ്രിയഞ്ചേട്ടനോട് സംസാരിക്കും. പ്രിയഞ്ചേട്ടനെ തിരിച്ചു കൊണ്ടുവരും. മോഹൻ ചേട്ടനും കൂടെ വരുമോ ഞങ്ങളുടെ കൂടെ? ഇല്ല, ഞാൻ വരില്ല. അതെന്താ മോഹൻ അങ്ങനെ പറഞ്ഞത്? പ്രിയൻ കമ്പനിയിൽ തിരിച്ചു വരണമെന്ന് മോഹൻ ആഗ്രഹമല്ലേ? പ്രിയൻ തിരിച്ചു വരണോന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ. പിന്നെന്താ ഞങ്ങളുടെ കൂടെ വന്നാൽ? ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. കമ്പനിയിൽ തിരിച്ചു വരണോന്ന് അവനും കൂടി തോന്നണ്ടേ? ഇനി ഒരിക്കലും ഈ പടി കയറില്ലാന്ന് തീരുമാനിച്ചിട്ട് തന്നെയാ അവൻ ഇവിടെ നിന്ന് പോയത്. അതൊരു ഉറച്ച തീരുമാനം തന്നെ. ആ, അത് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. ജയന്തി, പ്രിയന്റെ പിടിവാശി നിനക്കറിയാവുന്നതല്ലേ? ഇവളെ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ പിടിവാശിക്കാരി തന്നെയാ. പ്രിയൻ ചേട്ടനെ ഞാൻ ഈ കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. നീ പറഞ്ഞിട്ടാ ഞാൻ ആ ലോൺ ആപ്പിന്ന് ലോൺ എടുത്തത്. ലോൺ ആപ്പിന്ന് ലോൺ എടുക്കരുത്, അവര് ചതിക്കുമെന്ന് എന്റെ ഹോസ്റ്റൽ വാർഡൻ എപ്പോഴും പറയും. പക്ഷെ നിനക്ക് ദുരനുഭവം ഒന്നും ഉണ്ടായില്ലല്ലോ. ആ ധൈര്യത്തിലാണ് ഞാൻ ലോൺ എടുത്തത്. പക്ഷെ ലോൺ എടുത്ത് 1 മാസം ആവുന്നതിന് മുമ്പ് തുടങ്ങിയതാ അയാളുടെ ശല്യം. EMI അടച്ചാലും അടച്ചില്ലെന്ന് അയാള് പറയാ. അടച്ചെന്ന് പറഞ്ഞ പിന്നെ ഭീഷണിയായി. എത്രയും പെട്ടെന്ന് 1 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് അയാള് പറയുന്ന. 1 ലക്ഷം രൂപയോ? 1 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എടുത്ത് അടയ്ക്കാനാ? അടച്ചില്ലെങ്കിൽ അയാൾ വിളിക്കുന്നിടത്ത് ഞാൻ പോണം. അതും പറഞ്ഞോണ്ട് അയാൾ വിളിച്ചോണ്ടിരിക്കുക. കാലത്ത് മുതൽ ഈ സമയം വരെ അയാൾ എത്ര തവണ വിളിച്ചു എന്നറിയോ? ശല്യം കാരണം ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഇത് ഭൂമിക മാഡം അറിഞ്ഞോ സഹായിക്കില്ലെന്ന് മാത്രമല്ല, മാഡത്തിന്റെ മുന്നറിയിപ്പ് മൈൻഡ് ചെയ്യാത്തതിന് എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിതെന്റെ ഫ്രണ്ട്സിനോടും പറയാൻ കഴിയുന്നില്ല, വീട്ടിലും അറിയിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛന്റെ കണ്ടീഷൻ കുറച്ച് മോശമാ. എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലടി. എന്താടി ഞാൻ ചെയ്യാ? നീ തന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞതാ. എനിക്കറിയില്ലടി. വെറും 10,000 രൂപയാ ഞാൻ ആ ആപ്പിൽ നിന്ന് ലോൺ എടുത്തത്. തൊട്ടടുത്ത മാസം തന്നെ ഞാൻ മുഴുവൻ എമൗണ്ട് അടച്ചു. അതുകൊണ്ടാവും എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ. അതുകൊണ്ടാ ഈ ലോൺ ആപ്പ് ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്തേ. അത് ഇത്ര വലിയ കുഴപ്പമാവുമെന്ന് ഞാൻ അറിഞ്ഞില്ലടി. സോറി. ഹലോ, ഞാൻ ലോൺ ആപ്പിൽ നിന്നാ വിളിക്കുന്നേ. മീര അടുത്തില്ല, കുറച്ചു ദിവസമായി ഞാൻ അവളെ കണ്ടിട്ടില്ല എന്നൊന്നും പറയണ്ട. അവള് നിന്റെ അടുത്തുണ്ടെന്ന് എനിക്കറിയാം. മീരയ്ക്ക് ഫോൺ കൊടുക്ക. ആരാടി? മീര എന്റെ അടുത്തില്ല. ഉണ്ടായിരുന്നു, ഒരു ഡെലിവറി കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് അവള് പോയി. 1 അരമണിക്കൂറായി കാണും. അവള് നിന്റെ അടുത്തില്ല അല്ലേ? നിന്റെ ഫോണിലേക്ക് ഞാനൊരു ഫോട്ടോ അയക്കാം. നീ അത് കണ്ടാൽ